പഴത്തിന് മധുരം അറിയാൻ കഴിയുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. നാം ഇന്ന് എന്ത് സമൃദ്ധിയിലാണ് ജീവിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഭക്ഷണവും വസ്ത്രവും ആവശ്യാനുസരണം എല്ലാം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ലഭിക്കാത്ത കുറെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ബാലന്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എന്റെ കഥയുടെ പേരെന്താണെന്നോ? ആഗ്രഹം. ഒരിടത്തൊരിടത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഓലമേഞ്ഞ ഒരു കൊച്ചു കുടിലിൽ ഒരു ബാലൻ ജീവിച്ചിരുന്നു. അവന്റെ പേരാണ് കുട്ടൻ. സ്കൂൾ ജീവിതം എന്താണെന്ന് പോലും അവൻ അറിഞ്ഞില്ല. കഷ്ടപ്പാടും ദാരിദ്ര്യവുമായിരുന്നു അവന് കൂട്ട്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാത്ത അവന് പഠിക്കാനുള്ള ആഗ്രഹം വളരെ വലുതായിരുന്നു. അവന്റെ വിഷമം കണ്ട് തന്റെ അമ്മ അവനെ ഒരു സർക്കാർ സ്കൂളിൽ ചേർത്തു. അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും പുതിയ ബാഗുകൾ, ചെരുപ്പുകൾ. ഇത് കണ്ട അമ്മയ്ക്ക് കുട്ടനെ മുഖത്തേക്ക് നോക്കാനേ പറ്റിയില്ല. അന്ന് അവിടെ വെച്ച് കുട്ടന് ബാബു എന്നൊരു സുഹൃത്തിനെ ലഭിച്ചു. അവൻ വളരെ ധനികനായിരുന്നു. ഒരു ദിവസം കുട്ടൻ ബാബുവിനോട് ചോദിച്ചു, നിന്റെ വീട് ഓലയാണോ ഓടാണോ? ബാബു പറഞ്ഞു, മാളികപ്പുറമുള്ള വീട്. കുട്ടൻ അതിശയത്തോട് ചോദിച്ചു, മാളികപ്പുറമുള്ള വീടോ? അതെന്താ? ബാബു പറഞ്ഞു, നീ ഇങ്ങനെയുള്ള വീടൊന്നും കണ്ടിട്ടില്ലേ? ഒരു ദിവസം ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അങ്ങനെ ഒരു ദിവസം ബാബു കുട്ടനെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് യാത്രയായി. വീട് കണ്ടതും കുട്ടൻ ഞെട്ടിപ്പോയി. അയ്യോ, ഇതെന്താ കൊട്ടാരം പോലെയുണ്ടല്ലോ. വാതിൽ തുറന്നപ്പോൾ കുട്ടൻ പേടിച്ചു പോയി. കുട്ടൻ നോക്കിയപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു വീട്. അതിൽ വലിയൊരു പട്ടിക്കുട്ടിയുടെ മുന്നിൽ എന്താണെന്നോ? വലിയൊരു പാത്രം. അതിൽ നിറയെ ഭക്ഷണം. കുട്ടന്റെ വായിൽ വെള്ളം വന്നു. ഒരു ദിവസം എല്ലാവരുമായി ഒരു ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാവണം? ഇത് കേട്ടതും കുട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ബാബുയുടെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി. ഇത് കേട്ടതും എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ചിരി അധികം നേരം ഉണ്ടായിരുന്നില്ല. കുട്ടന്റെ അവസ്ഥ മനസ്സിലാക്കിയ അധ്യാപകരും കൂട്ടുകാരും കുട്ടനെ സഹായിച്ചു. അങ്ങനെ അവൻ കഷ്ടപ്പാടിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും പഠിച്ചുയരങ്ങളിലെത്തി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതിന് എന്തു മനസ്സിലായി? ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉയരങ്ങളിലെത്താൻ സാധിക്കുള്ളൂ. കുട്ടന്റെ അവസ്ഥ നമുക്കും ഒരു പ്രചോദനമാകട്ടെ. നന്ദി, നമസ്കാരം.